Screen കാണുന്നുണ്ടല്ലോ അല്ലേ? Okay. So, ഇത് fifth module topic ആണ് Lorentz series of a function. Well, Lorentz series നമ്മളൊരു ഫംഗ്ഷനിൽ നമ്മൾ സെന്റർ A ആണെങ്കിൽ the Lorentz series expansion of the function is possible even if the function is not analytic at A. Taylor series expansion possible ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സെന്ററിൽ ഇത് അനലിറ്റിക് ആയിരിക്കണം എന്ന് പറഞ്ഞു. സെന്ററിന്റെ ഒരു നെയ്ബർഹുഡിൽ അനലിറ്റിക് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എയിൽ അനലിറ്റിക് ആവുന്ന നിർബന്ധമില്ല, പക്ഷെ എയുടെ ഒരു ഡിലീറ്റഡ് നെയ്ബർഹുഡിൽ ഇത് അനലിറ്റിക് ആവണം. So it is analytic in a ring-shaped region like this with center A. So in a deleted neighborhood of A, f of z is analytic. ഈ region f of z analytic ആണെങ്കിൽ we can expand this function as a series in powers of z minus a, and the peculiarity of this series is f of z will have both positive and negative powers of z minus a. So you will have z minus a whole raised to n as well as sigma, another series in negative powers, 1 by z minus a whole raised to n. അപ്പോൾ എയിൽ അനലിറ്റിക് അല്ല എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ z minus a ഡിനോമിനേറ്ററിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് സീരീസ് ഇസ് കോൾഡ് ദ ലോറൻസ് സീരീസ് ഓഫ് എഫ് ഓഫ് z. അപ്പോൾ ടേലർ സീരീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട് ഉണ്ടാവില്ല, നെഗറ്റീവ് പവേഴ്സ് ഉണ്ടാവില്ല. വി ഹാവ് ഓൺലി ദ പോസിറ്റീവ് പവേഴ്സ്. ആൻഡ് ദർ വി റോട്ട് എ എൻ ആസ് the nth derivative fn at a by n factorial. But when we come to Lorentz series, we have both the positive power series and the negative power series. Now this part, the negative power series, this is called the principal part of Lorentz series. Principal part of the series. Now principal part ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എയിൽ ഇത് അനലിറ്റിക് അല്ല. Now such a region can be written as, ഇതിന്റെ റേഡിയസ് r ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ r1 ആണെന്ന് വിചാരിക്കാം, ഇതിന്റെ റേഡിയസ് r2 ആണെന്ന് വിചാരിക്കാം. So this deleted neighborhood can be written as, we are taking a circle with center A, so mod z minus a, and radius is more than r1 and less than r2. So this expansion, this series expansion is valid in such a region, r1 less than mod z minus a less than r2. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ പോയിന്റ് എ മാത്രം ഒഴിവാക്കാം. എ അനലിറ്റിക് അല്ലാത്തതുകൊണ്ട്, എയിലെ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തതുകൊണ്ട് എ എന്ന് പറയുന്ന പോയിന്റ് മാത്രം ഒഴിവാക്കി എഴുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എഴുതുന്നത് 0 less than mod z minus a, because mod z minus a equal to 0 എന്ന് പറയുമ്പോൾ z equal to a എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അപ്പൊ mod z minus a greater than 0 എന്ന് പറയുമ്പോൾ a എന്ന് പറയുന്ന പോയിന്റ് മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ പുറത്തേക്ക് ഒരു റീജിയനിൽ ഇത് അനലിറ്റിക് ആവണം. സോ എയിനെ ഡിലീറ്റ് ചെയ്ത് എയുടെ ഒരു നെയ്ബർഹുഡില് എയിൽ അനലിറ്റിക് അല്ല, ഇറ്റ് ഷുഡ് ബി അനലിറ്റിക് ഇൻ എ ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഓഫ് എ. So we write this as 0 less than mod z minus a less than r. അപ്പോൾ ഈ പ്രിൻസിപ്പൽ പാർട്ടിനെ നോക്കിയിട്ട് നമ്മൾ സിംഗുലർ പോയിന്റ്സിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യും. അപ്പോൾ ഐ ഹോപ്പ് യു റിമെമ്പർ വാട്ട് ഇസ് മെൻ ബൈ സിംഗുലർ പോയിന്റ്സ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. എന്താ സിംഗുലർ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംഗുലർ പോയിന്റ് ഓഫ് എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താ? What are singular points? ഏതാ? കേട്ടില്ല.
f dash of z does not exist. f dash z does not exist. ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സിനെയാണ് നമ്മൾ സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗുലർ പോയിന്റ്സിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കില്ല. നൗ ഇവിടെ നമ്മൾ സിംഗുലർ പോയിന്റ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ സപ്പോസ് വി ടേക്ക് f of z equal to z square divided by z minus 1 into z minus 1 into z minus 2. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന f of z എന്ന് വിചാരിക്കാം. Right? f of z is z square by z minus 1 into z minus 2. What are the singular points of this function? ഇതിന്റെ singular points ഏതൊക്കെയാ? 1, 2. 1 ഉം 2 ഉം. z equal to 1 and z equal to 2. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷന്റെ സിംഗുലർ പോയിന്റ്സ് വരുന്നത്. Now if you look at these points, z equal to 1 and z equal to 2 lies on the horizontal axis 1 and 2. Now you can draw a circle around 1 without enclosing the other singular point. 1 ഉം 2 ആണ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്ത രണ്ട് പോയിന്റ്സ്. You can draw a circle or you can draw a neighborhood of 1 which does not include the other singular point. ഇപ്പോൾ റേഡിയസ് ലെസ് ദാൻ 1 എടുത്തു കഴിഞ്ഞാൽ ആ നെയ്ബർഹുഡ് 2വിനെ എൻക്ലോസ് ചെയ്യില്ല. അതേപോലെ തന്നെ ഇപ്പോൾ 2വിന്റെ ഒരു നെയ്ബർഹുഡ് യു ക്യാൻ ഡ്രോ എ നെയ്ബർഹുഡ് ഓഫ് 2 വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ അതർ സിംഗുലർ പോയിന്റ് 1. അപ്പൊ ഇങ്ങനത്തെ സിംഗുലർ പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സ്. Isolated singular points. So a singular point is called isolated if you can find a deleted neighborhood of that point which contain no other singular point. പക്ഷേ ചില കേസിൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. വളരെ റെയർ ആയിട്ട് ഇപ്പൊ നമ്മളുടെ ഫംഗ്ഷൻ സപ്പോസ് വി ടേക്ക് ഇറ്റ് ആസ് 1 by product z minus 1 by n into z. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എടുത്തൊന്ന് വയ്ക്കുക. അപ്പൊ പ്രോഡക്റ്റ് z minus 1 by എന്ന് പറയുമ്പോൾ z minus 1 into z minus 1 by 2 into z minus 1 by 3 etc. അപ്പൊ ഇതിന്റെ സിംഗുലർ പോയിന്റ്സ് എന്താ വരുന്നത്? ഈ ഫംഗ്ഷന്റെ സിംഗുലർ പോയിന്റ്സ് എന്താ വരുന്നത്? One by n. 1 by n എല്ലാം വരും. 1 by n, n equal to 1, 2, etc. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. 0 ആണ്. ആൻഡ് 0. അപ്പോൾ നമ്മൾ ഈ 0ന്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും നമ്മൾ 0ന്റെ എത്ര ചെറിയൊരു നെയ്ബർഹുഡ് വരച്ചു എന്ന് വയ്ക്കുക. ഈ 0ന്റെ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 1 by n-ന്റെ ടേംസ് ഉണ്ടാവും ഫോർ സം n. n-ന്റെ വാല്യൂസ് നമുക്കറിയാം. 1 by n എന്ന് പറയുന്ന സീക്വൻസ് n-ന്റെ വാല്യൂസ് കൂടുന്നതിനനുസരിച്ച് 0നെ അപ്രോച്ച് ചെയ്യുന്നതാണ്. സോ ഇഫ് യു ടേക്ക് എനി നെയ്ബർഹുഡ് ഓഫ് 0, ദാറ്റ് നെയ്ബർഹുഡ് വിൽ കണ്ടെയ്ൻ a point on the sequence 1 by n. എന്ന് വെച്ച് കഴിഞ്ഞാൽ any neighborhood of the singular point 0 will contain some other singular point. So we call such singular points as non-isolated singular points. അപ്പൊ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയണ പോലെ തന്നെ തന്നെ നിൽക്കുന്ന സിംഗുലർ പോയിന്റ്സിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്. ഇനി നോൺ ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് എ ക്ലസ്റ്റർ.